ആദ്യം നമുക്ക് ഇന്റേൺഷിപ്പും അപ്രന്റീസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഷോർട്ട് ടേം ഫെമിലറൈസേഷന് വേണ്ടി പോകുന്നു. അവിടെ അവർ കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നു. ഇതാണ് ഇന്റേൺഷിപ്പ്. ഇത് വേണമെങ്കിൽ പെയ്ഡ് ആയിരിക്കാം ഓർ അൺപെയ്ഡ് ആയിരിക്കാം. പക്ഷേ അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, ഈ കമ്പനിയുടെ ഇത്ര ശതമാനം എംപ്ലോയീസ് അപ്രന്റീഷിപ്പിൽ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. അതിന്റെ തസ്തികയിൽ അവർ അപ്രന്റീഷിപ്പായി കയറുന്നു. അവരൊരു എംപ്ലോയിക്ക് ഈക്വലന്റ് ആണ്. ഇവരെല്ലാ എംപ്ലോയീസും ചെയ്യുന്ന പോലെ ഇവരും പണി ചെയ്ത് പഠിക്കുന്നു. അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കൂടുതലായിരിക്കും ഇന്റേൺഷിപ്പിന്. ആൻഡ് ഇതിന്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ഒരു സ്റ്റൈഫൻഡ് ഉണ്ട്. ഓരോ വർഷം അത് റിവൈസ് ചെയ്യും. 2026 ഈ ഒരു സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ 12,500 രൂപയാണ്. ഓക്കെ, ഇത് മിനിമം ഈ സ്റ്റുഡന്റിന് അപ്രന്റീഷിപ്പ് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടിയിരിക്കണം. ഇതിന്റെ കൂടെ കമ്പനീസ് കൊടുക്കുന്ന ഒരു ഷെയർ ഉണ്ടായിരിക്കും. ഇതാണ് അപ്രന്റീഷിപ്പും ഇന്റേൺഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആൻഡ് അപ്രന്റീഷിപ്പ് ഒരിക്കലും ഒരു ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കില്ല. മിനിമം 6 months to 1 year ആയിരിക്കും അപ്രന്റീഷിപ്പ് നോർമലി കൊടുക്കുക. അപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അതൊരു ഇന്റേൺഷിപ്പായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.